വന്നിട്ടുള്ളവരായതുകൊണ്ട് വലിയ സംഭവങ്ങളാണ്. നമ്മൾ ക്രിസ്തുമസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ധ്യാനിക്കാൻ വേണ്ടി ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതൊരു വലിയ പ്രസംഗമായിട്ട് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുക. നമുക്കറിയാം, നമ്മൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ദൈവവചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് സമാന്തര സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു പാർട്ടി വളരെയേറെ ജാഗ്രതയോടെ ഓടി നടക്കുന്ന ഒരു സംഭവം വരുന്നു. സ്വർഗത്തിൽ നിന്ന് ക്രിസ്മസിന് ഒരുക്കാനും അങ്ങനെയൊക്കെയായിട്ട്, അതായത് ക്രിസ്തുമസ് ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ ജനനം മുതൽ ദൂതൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് സീസണിൽ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ചില ദൂതന്മാരുടെ കറങ്ങി നടക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഈ സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതനും പരിശുദ്ധാത്മാവും ഒക്കെ മാറിയപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് പിശാചിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് ആത്മീയത മാറിക്കഴിഞ്ഞു. അതായാലും അതെന്തോ ആവട്ടെ, ഈ ദൂതൻ 5 സന്ദർഭങ്ങളിൽ ഈ ദൂതൻ്റെ ഒരു ഇടപെടൽ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ആത്മപരിശോധനയും അതിന് ഒരു തമ്പുരാൻ്റെ മുമ്പിൽ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് ധ്യാനിക്കാവുന്ന ഒരു ചിന്ത. ഒന്നാമതായിട്ട് സക്രിയയുടെ അടുത്തേക്കാണ് ഈ ദൂതൻ വരുന്നത്. സക്രിയയുടെ അടുത്ത് വന്നപ്പോൾ സംഭവം പുരോഹിതൻ കുന്തിരിക്കൊക്കെ പൂശി നിൽക്കുന്ന ആളായിരുന്നെങ്കിലും വലിയ വിശ്വാസമൊന്നും അവിടെ പറയുന്നതല്ലേ. കർത്താവിൻ്റെ വചനം വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. സംഭവം ഇത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആത്മീയ ശുശ്രൂഷകരായിരിക്കാം, ആത്മീയമായിട്ട് വളരെയേറെ വളർന്ന, പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ സക്രിയയുടെ പ്രശ്നം ഇതായിരുന്നു. സക്രിയ ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു: ഞാനിതെങ്ങനെ അറിയും? അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. എനിക്കെല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. എങ്കിലും സക്രിയ വാസ്തവത്തിൽ ഒരു യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ഒന്ന് ചിന്തിച്ചു. അവിടെ സക്രിയയ്ക്ക് പറ്റിയ ഒരു അബദ്ധം, സക്രിയ ദൈവത്തിൻ്റെ ശക്തിയെയാണ് ശരിക്കും സംശയിച്ചത്. ദൈവത്തിൻ്റെ ശക്തിയുടെ ശുശ്രൂഷകനായിരുന്നെങ്കിലും കാര്യത്തോടടുത്തപ്പം ഒന്ന് പറഞ്ഞു: ഞാനിതെങ്ങനെ അറിയും? ഞാനിതെങ്ങനെ വിശ്വസിക്കും എന്നീ പറയണമല്ലോ. അവിടെ പറയുന്നത് ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ കളയാണ്. എന്നിട്ടിത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അസാധ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്: ഞാനിതെങ്ങനെ അറിയും? ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അവിടെ ഒരു സാധ്യതയുമില്ലാത്ത പോലെയാണ് സക്രിയയുടെ പറയുന്നത്. അപ്പോൾ അവൻ ഊമനായിപ്പോയി. ഇത് പറയുമ്പോൾ ഞാൻ അധികം വ്യാഖ്യാനിക്കുന്നൊന്നുമില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഈ ക്രിസ്മസ്
ഒരു സമയം ധ്യാനിക്കാൻ ഈ വചനം വെച്ച് ധ്യാനിക്കുമ്പോൾ ഇത് എൻ്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ ദൂതൻ പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖ വരണമെന്നില്ല, പല ദൂതന്മാരെയും അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള പ്രതികരണമുണ്ട്. നമുക്ക് ഭയങ്കര അസാധ്യതകളാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. കാരണം വൃദ്ധനായി എനിക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? പക്ഷേ ഇവിടെ സ്വർഗത്തിൻ്റെ ഇടപെടൽ, അതാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോഴത്തെ ഏറ്റവും ആദ്യത്തെ ഒരു വിശ്വാസ പരീക്ഷണം കൂടിയാണ്. ഇത് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സക്രിയ എന്ന് പറയുന്ന അന്നുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു, മാത്രം നമ്മളിതെല്ലാം കിട്ടുകഴിഞ്ഞു. അപ്പം ഇപ്പോൾ നമ്മുടെ പ്രതികരണമല്ല. സക്രിയയെ പോലെ എനിക്കൊന്നും ഇത് പറ്റില്ല, എനിക്കത് സാധ്യമാണ്, നമുക്കൊന്നും പറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല. പ്രായമായ ഞാൻ, എൻ്റെ ഭാര്യ ഒരു കളറിൽ നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു അസാധ്യതയുടെ ബ്ലോക്കുണ്ട്. കണ്ണും കൂട്ടി കർത്താവിൻ്റെ ദൂതനാണ് പറയുന്നതെങ്കിൽ വിശ്വസിക്കാൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ അവിടെ പറയുമ്പോൾ ദൂതൻ വന്ന് അവരോട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞവിടെ നിനക്ക് ക്രിസ്തു നിനക്കെന്താ പറയുന്നത്? നീ ഗർഭം ധരിച്ച പുത്രനെ. അപ്പോൾ മറിയത്തിൻ്റെ പ്രചോദനം എന്താ? ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സക്രിയ പറഞ്ഞത് തന്നെയല്ലേ മറിയം പറഞ്ഞത്? അല്ലല്ലോ. മറിയത്തിന് അറിയാം ഇത് സംഭവിക്കുമെന്ന്. മറിയത്തിൻ്റെ ചോദ്യം, ഒരു പ്രസവം, ഒരു സ്ത്രീ പ്രസവിക്കണമെങ്കിൽ അതിന് ഒരു പുരുഷനായിട്ട് ബന്ധം വേണം. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് സംഭവിക്കുക? അങ്ങനെയാണത്. അത് വിശ്വാസത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ താമസിക്കും, അപ്പോൾ ഇത് സംഭവിക്കും. പിന്നെ അവിടെ മറിച്ചൊന്നും ചിന്തയില്ല, ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ അതിന് സംഭവിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഈ ക്രിസ്മസിൻ്റെ ഈ മംഗളവാർത്തയായത്, ദൂതൻ്റെ വാക്കുകൾ മംഗളവാർത്തയായത് മറിയം ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മറിയത്തിന് ആ ഒരു സമർപ്പണവും വിട്ടുകൊടുക്കും. മാത്രമല്ല അവിടെ വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. എങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ കൊടുക്കുന്ന ഉത്തരം പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്ത് ദൂതൻ വന്നിട്ട് ചോദിക്കുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൊണ്ടോ ബാഹ്യമായ ലോകത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ സംഭവിക്കാത്ത ധാരാളം കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അവിടെയാണ് മറിയം അടിയറവിക്കുന്നത്. കാരണം അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇനി മൂന്നാമത്തെ ആള് നമ്മുടെ ഔസേപ്പിതാവാണ്. ഔസേപ്പിതാവിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ സ്ത്രീ എന്താണ്? ഔസേപ്പിതാവിന് ആകെ അങ്കലാന്തരായിട്ടിരിക്കുന്ന അവസരമാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ നിയമം അനുസരിച്ച് ഇതൊക്കെ നമുക്കറിയാം. സംഘത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം, അവള് കല്ലെറിയപ്പെടണം ഒക്കെ അറിയാം. പക്ഷേ ഈ ഔസേപ്പിതാവ് അദ്ദേഹം നീതിമാനായതുകൊണ്ട് അവിടെ അപമാനവിധേയമാക്കിയില്ല. അപ്പോൾ ദൂതൻ ഔസേപ്പിനോട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യ ഗർഭം ധരിക്കും, അത്
പരിശുദ്ധാത്മാവിനെ. ഈ മാതാവിനെ കുറിച്ച് വാസ്തവത്തിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കപ്പെട്ട അങ്ങനെ ഒരു മനുഷ്യരിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഔസേപ്പിതാവ് ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അദ്ദേഹം പരിശുദ്ധാത്മാവ് വഴി ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടിയറവയ്ക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഒറ്റ ഉത്തരേ ഉള്ളൂ. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വഴി ഇതെല്ലാം ഇതിനപ്പുറം നമ്മൾ. അപ്പം അത് പ്രായോഗികമായിട്ട് ഞാൻ ചുരുക്കി അങ്ങ് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഇതിന് വ്യാഖ്യാനിച്ച് പോരുകയാണെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോന്നാൽ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ഇതിപ്പോൾ യോസേപ്പിതാവ് കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസരമാണ്. അവിടെ ഒരു മനുഷ്യൻ അദ്ദേഹം യുക്തി കൊണ്ട് സമാധാനം ചെയ്യാനൊന്നും പോയില്ല. ഇത് പരിശുദ്ധാത്മാവ് വഴി സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. ഇനി രണ്ട് പ്രാവശ്യ സന്ദർഭങ്ങൾ വീണ്ടും യോസേപ്പിതാവിന് ഉണ്ടാകുന്നുണ്ട്. ഈജിപ്തിലേക്ക് പോകാനും ഈജിപ്തിൽ വരാൻ. ഇവിടെയൊക്കെ യോസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൂതൻ പറഞ്ഞങ്ങ് വിശ്വസിക്കുകയാണ്. സക്രിയായെ പോലെ അല്ല യോസേപ്പിതാവ്. ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ഈ ആരംഭത്തിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ ഈ ഇടപെടലിൽ അതിനോട് പ്രത്യേകിക്കുന്ന മനുഷ്യരെ നമ്മളൊന്ന് ധ്യാനിക്കണം. ഇനി നാലാമതായിട്ട് ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആട്ടിടയന്മാരോട് പറഞ്ഞു, സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയാം, കാരണം ഇത് യേശയ്യായുടെ ഇമ്മാനുവേൽ പ്രവചനമൊക്കെ. പക്ഷെങ്കിലും ഇവർ വലിയ അറിവോ ഇവരോ ഒന്നും ഉള്ളവരല്ല. പക്ഷെ ഇവർ തീരുമാനിച്ചെന്താണ്, എന്നാൽ നിങ്ങൾ ഒരാൾ പോയിട്ട് നമുക്കൊന്ന് നോക്കി വരാം, എന്നിട്ട് സംഭവം ഉറപ്പാണെങ്കിൽ പോവാം. അവരെല്ലാവരും ഉടനെ പുറപ്പെട്ടു. സിമ്പിൾ ഫെയ്ത്ത്, അട്ടിടയന്മാരുടെ വിശ്വാസം. അവരെല്ലാവരും ഉടനെ പുറപ്പെട്ടു. അപ്പോൾ ഈ പൗലോസിനെയൊക്കെ പറയുന്ന പോലെ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ തിരഞ്ഞെടുക്കുന്ന ഇത് ഈശോയുടെ ജനനത്തിൻ്റെ അവസരം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. എവിടെ അവസാനിച്ചത്? അവിടെ അവസാനിച്ചത് ഈ ബുദ്ധിമാന്മാരെയൊക്കെ ലജ്ജിപ്പിക്കാനായിട്ട് ഭോഷന്മാരെ തിരഞ്ഞെടുക്കുന്ന പരിപാടി എവിടെ അവസാനിച്ചത്? അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടല്ല നമ്മളൊക്കെ നിൽക്കണേ. ഹല്ലേലൂയ. വിഷയം ഇതാണ്. ഇത് ദൈവസ്വരമാണെങ്കിൽ, ഇത് ദൈവവചനമാണെങ്കിൽ ഇറങ്ങാൻ. ഇനി അഞ്ചാമത് രാജാക്കന്മാർ. രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇത് ആട്ടിടയന്മാർ തീരെ വിവരമില്ലാത്തവർ. രാജാക്കന്മാർ വളരെ വിവരമുള്ളവർ, ശാസ്ത്രജ്ഞന്മാരാണ്. അവർ നക്ഷത്രഫലമൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവരുടെ ഈ നക്ഷത്രഫലം നോക്കി ഇറങ്ങിയെങ്കിലും സംഭവം പണിപ്പോയി. കാരണം അവർ ഹെറോദസിൻ്റെ അപ്പം അവർക്ക് ശാസ്ത്രീയമായ ആ അറിവിൽ, യുക്തിയിൽ അവർ ശാസ്ത്രീയമായ സത്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ബുദ്ധിയും യുക്തിയും അല്പം പാളിപ്പോയി. അവർക്ക് പരാജയം സംഭവിച്ചു. അപ്പോൾ ഇന്നും ഈ ശാസ്ത്രത്തിന് തെറ്റ് പറ്റുന്നില്ലെങ്കിലും ഇത് കൈകാര്യം ചെയ്ത മനുഷ്യന് തെറ്റ് പറ്റും. ഇനി ഇവിടെ നിന്ന് അവർ മുന്നോട്ട് പോകുന്നു. അവിടെയാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈശോയെയും യോസേപ്പിതാവിനെയും മാതാവിനെയും ഒക്കെ കണ്ട് ആരാധിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൂതൻ അവരോട് പറയുന്നത്, എന്ത്? വന്ന വഴിയെ പോകരുത്, വന്ന വഴിയെ പോകരുത്. അവർ മറ്റൊരു വഴിയിലൂടെ പോയി. അവരും ഈ ദൂതൻ്റെ
വാക്കുകൾക്ക് വില കൽപ്പിച്ചു. അവർ മറ്റൊരു വഴിയിലൂടെ ക്രിസ്തുമസിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഈ 5 സന്ദർഭങ്ങളെയും 5 ചോദ്യങ്ങളായി നമ്മൾ നമ്മോട് തന്നെ ചോദിക്കും. എന്നിട്ട് ഈ ക്രിസ്തുമസ് ആഘോഷം പകുതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും കൊണ്ട് ഒരു വഴിക്കും വരാൻ പറ്റില്ല, ഭയങ്കര ആഘോഷങ്ങളാണ്. അപ്പം ഇവിടെ ഈ പുൽക്കൂട് ഈ ഈശോയെ കണ്ട് പോകുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. യേശുവിനെ കണ്ടവൻ ഒരിക്കലും വന്ന വഴി കൂടെ തിരിച്ചു പോയി, അവർ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോയി. ഇതാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്മസിൽ സംഭവിക്കേണ്ടത്. നമുക്ക് അറിയാം, ഇതൊക്കെ 2000-ലേറെ വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇതിപ്പോൾ എന്തിന് നമ്മൾ ആഘോഷിക്കുന്നു, എന്തിന് അനുസ്മരിക്കുന്നു? അതൊരു റീലിവിങ് പോലെ. അതായത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. സക്രിയായിക്ക് പറ്റിയതുപോലെ ഞാൻ എൻ്റെ കുറവുകളും പോരായ്മകളും നോക്കിയിരുന്നിട്ട് ദൈവത്തിൻ്റെ ദൂത് തള്ളിക്കളയുന്നു. വ്യക്തമായിട്ടവിടെ പറയുന്നത് വചനം വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ ഊമനായി എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മോട് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും നമ്മുടെ പാപങ്ങളും ഇതൊന്നുമല്ല അവിടെ വിഷയം. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. മാതാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ക്ലിയറാണ്, അമ്മ അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് മറിയം വിശ്വാസികളുടെ മാതാവായിട്ട് മാറി. കർത്താവ് എന്ന് പറഞ്ഞു അത്, അതായത് വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം ഇതാണ്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഉറപ്പ്. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്, എനിക്ക് എന്തുമാത്രം ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ, എനിക്ക് എന്തുമാത്രം ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഞാനൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ ആവർത്തിച്ചു വലിയ ഒരു വചനമുണ്ടല്ലോ, ആദ്യം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മെ അനുഗ്രഹിക്കും. ഇത് ഈ രാത്രി മുഴുവൻ നിങ്ങൾ പറഞ്ഞിരുന്നാലും ഒരന്തർവ്യാപകമായിട്ട്, പക്ഷേ എനിക്ക് ഈ വചനത്തിൽ ഉറപ്പുണ്ട്. ഈ വചനത്തിൽ എനിക്ക് ഉറപ്പ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളിലെയും വെച്ച് നമുക്ക് ഇത് ഉറപ്പാണ്. അതാണ് വിശ്വാസം. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് എന്നൊക്കെ പറഞ്ഞു. വിശ്വാസത്തിൽ ഒരു ഉറപ്പുണ്ട്, ഒരു ബോധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഉറപ്പ്, ഇതാണ് മാതാവിൽ. അവിടെയാണ് സമ്മതം കൊടുക്കുന്നത്. ആ ഉറപ്പ് സക്രിയായ്ക്ക് ഇല്ലായിരുന്നു. അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്. ഇനി യോസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും യോസേപ്പ് പിതാവിന് ഉറപ്പുണ്ടായി. കാരണം യോസേപ്പ് പിതാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചിപ്പോൾ നമുക്കുള്ള അറിവൊന്നും യോസേപ്പ് പിതാവിന് എഫേസുസിലെ ശിഷ്യന്മാരോട് പൗലോസ് ചോദിക്കുമ്പോൾ പറയുന്നില്ലേ, പരിശുദ്ധാത്മാവോ എന്ന ഒന്നിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. മനസ്സിലായോ? പക്ഷേ ഇതൊക്കെ നമ്മൾ ശരിക്ക് ധ്യാനിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഈ ക്രിസ്മസ് സീസണിലെ യോസേപ്പ് പിതാവ്. അപ്പോൾ ഈ മനുഷ്യൻ, കാരണം വെച്ചാൽ ദൈവദൂതൻ പറയുന്നു അത് നമ്മളിപ്പോൾ ഇപ്പം തന്നെ പാടിക്കൊണ്ട് പോയിരുന്നു ദൈവദൂതൻ പാടി. നമ്മളൊക്കെ പാട്ടിൽ പാടുമെങ്കിലും ഇത് നമ്മുടെ വിശ്വാസം. ഓക്കെ, അതുപോലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും ഒരു നാട്ടുകാരെ ശരിക്കും സിമ്പിൾ ഫെയ്ത്താണ്.
അവിടെ ഇന്ന് പലരും പലതിനെയും വിമർശിക്കും. എന്തുകൊണ്ടാണ് ഒരു ആള് ഒരു സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം? അങ്ങോട്ട് ഒരു പാവം ഒരു കുടുംബം എന്ന് വിചാരിച്ചു, തകർച്ചയിൽ കഴിയുന്ന ഒരു കുടുംബം പോണു. അവിടെ അതിനെയാണ് ഈ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുക. കാരണം അവിടെ വിശ്വസിക്കുകയാണ്. കാരണം അവിടെ പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും. അവരൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുഷ്യനിപ്പോൾ കച്ചിത്തുമ്പ് കിട്ടിയാൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന കാലമാണ് വിശ്വാസത്തിൻ്റെ കാര്യം. അപ്പം ആട്ടിടയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, കാരണം അപ്പം ഇത് സംഭവിക്കും, ഇത് സംഭവിക്കുമെന്ന് ആൾക്കറിയാം. എമ്മാനുവൽ പ്രവചനമൊക്കെ അറിയാതിരിക്കാം. പക്ഷേ അത് വന്ന് ഇവരോട് പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവർ നിങ്ങൾ വിശുദ്ധനാട് പോയി ഇവർ ആരെങ്കിലും വിശുദ്ധനാട് പോകുമ്പോൾ ഈ ആട്ടിടയന്മാരുടെ അന്നത്തെ ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഒരു ഗുഹയാണ്, വെള്ളമാണ് അവർ കഴിഞ്ഞിരുന്നത്. അപ്പം അവിടെ ഒരു കുന്നിൻ്റെ മുകളാണ്, പുഴവനം തന്നെയാണ്. അവിടെ ഇവർ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ബത്ലഹേമിലേക്ക് നടക്കുകയാണ് രാത്രി. വേറെ ഒന്നും അവർക്ക് വിഷയമല്ല. ഇനി രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പലർക്കും അറിവ് കൂടിയതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു അവിശ്വാസ പ്രതിസന്ധി ഈ ബുദ്ധിമാന്മാർക്കാണ്. ഇപ്പം ഒക്കെ നമ്മളിങ്ങനെ എല്ലാ യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ചെടുത്തും എത്തുന്നില്ല. അവിടെയാണ് ദൈവം ഇടപെടുന്നത് തൻ്റെ ദൂതനിലൂടെ. അപ്പം പിന്നെ വേറെ മറിച്ച് ചിന്തിക്കരുത്. എന്ത് ദൈവം നമ്മളോട് പറഞ്ഞുവോ അത് ഈ ദൂതൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ദൈവിക മനുഷ്യരായ വചനം ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വചനം പങ്കുവയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ ദൂതന്മാരെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, അതിൻ്റെ വ്യാഖ്യാനമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ ചില സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഒരാളോടെ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ വണ്ടി മുന്നോട്ട് പോയില്ല. നമുക്കൊന്നും അറിയാൻ പാടില്ല. ഈ കടൽ കാണാൻ പോയിട്ട് നമ്മളെന്താ കണ്ടത്? നമ്മുടെ തിരമാലയെ കണ്ടിട്ടുള്ളൂ. കടലിൽ ശരിക്ക് കണ്ടിട്ടില്ലല്ലോ കടൽ കാണാൻ. അപ്പം നമ്മൾ ഇപ്പം എല്ലാവരോടും കടൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ തിരമാല ആഞ്ഞടിക്കുന്ന കടൽ, അതാണ് നമ്മൾ കടലിനെ കുറിച്ച് നമ്മൾ. പക്ഷേ ഒറിജിനൽ കടൽ പറയുന്നത് ഉൾക്കടലിലേക്ക് പോകുമ്പോൾ ആഴമേറിയ സ്ഥലം ഭയങ്കര ശാന്തമാണ്, സ്റ്റിൽനെസ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്കിനിയും ഇത് കാണാനുള്ളത് ദൈവവചനവും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ അവരോട് പറഞ്ഞത് അവർ ബുദ്ധിമാന്മാരാണ്, അവർക്ക് തെറ്റുപറ്റി. പക്ഷെ അവരത് അംഗീകരിച്ചു, മറ്റൊരു വഴിയിലൂടെ. അപ്പോൾ ക്രിസ്തുമസ് ഒരവസരമാണ്. ക്രിസ്മസ് ഒരു അവസരമാണ്. ഇതുവരെ വന്ന വഴിയിൽ നിന്നൊക്കെ മറ്റൊരു വഴിയിലൂടെ പോകാനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം വരികയാണ്.